ചിത്രപുരത്ത് പോയി തമ്പുരാൻ എന്നും അറിയപ്പെടുന്നു. രാജാക്കന്മാരുടെ ഇടയിലെ ചിത്രകാരൻ, ചിത്രകാരന്മാർക്കിടയിലെ രാജാവുമായിരുന്നു രാജാ രവിവർമ്മ. മഹാരാഷ്ട്രയിൽ നിന്നുള്ള വനിത മാധുരി. ചുവന്ന സാരിയിൽ പള്ളിക്കാട് പാത്രം ചുമന്ന് നിൽക്കുന്ന ഒരു സ്ത്രീയുടെ ചിത്രമാണ് മഹാഭാരതത്തിലെ ആദ്യ പർവ്വത്തിലെ 13-ാം അധ്യായത്തിൽ മാധുരിയെ കടും ചുവന്ന നിറത്തിലുള്ള പട്ടുവസ്ത്രം ധരിച്ച അതിസുന്ദരിയായി വിശേഷിപ്പിക്കുന്നു. പ്രകാശക്രമീകരണത്തിന്റെ ഉത്തമ ഉദാഹരണമാണ്. തന്റെ ശ്രീകൃഷ്ണന്റെ വരവും അതിമനോഹരമായ പശ്ചാത്തലത്തിലാണ് ഇത് ചിത്രീകരിച്ചിരിക്കുന്നത്. ഹംസത്തിനോട് നാളോടുള്ള സന്ദേശം പറയും. വിദർഭ രാജ്യത്തിലെ രാജകുമാരിയായ ദമയന്തി ഒരു ദിവ്യ ഹംസവുമായി സംസാരിക്കുന്നു. അവൾ നിഷാദ രാജാവായ നളനെക്കുറിച്ച് ഹംസത്തോട് പറയുന്നു. നിഷാദ പുരാണം, മഹാഭാരതം തുടങ്ങിയ ഗ്രന്ഥങ്ങളിൽ ഈ കഥ വിവരിച്ചിട്ടുണ്ട്. പാൽക്കുടമേന്തിയ ഉത്തരേന്ത്യൻ പെൺകുട്ടി. പാൽക്കുടമേന്തിയ ഈ പെൺകുട്ടിയുടെ ചിന്തത്തിൽ വളരെ തീഷ്ണതയോടെ വളരെ ഭംഗിയപൂർണമായ സാരി ധരിച്ച് നിൽക്കുന്നതായാണ് അദ്ദേഹം വാദിച്ചിരിക്കുന്നത്. സുന്ദരികളായ സ്ത്രീകളെ അദ്ദേഹം അവതരിപ്പിച്ചതിന്റെ ഉത്തമ ഉദാഹരണമായ ചിത്രം. കയ്യിൽ ചെറുനാരങ്ങയുമായി നിൽക്കുന്ന സ്ത്രീ, കയ്യിൽ ചെറുനാരങ്ങയെ പിടിച്ചു നിൽക്കുന്ന ഗർഭിണിയായ യുവതിയുടെ ചിത്രമാണ്. വർമ്മയുടെ സുന്ദരമായ ഈ ഛായാചിത്രത്തിൽ ഗർഭകാലാവസ്ഥയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. അഹല്യ, ഗൗതമ മഹർഷിയുടെ പത്നിയായ അഹല്യയുടെ ചിത്രം രാജാ രവിവർമ്മയുടെ പെയിന്റിങ്ങുകളിൽ അതിമനോഹാരിത പുലർത്തുന്ന ഒന്നാണ്. ആശ്രമ വൃക്ഷത്തിൽ നിന്നും പൂപ്പറിച്ച് പൂക്കൾ നിറയ്ക്കുന്ന അഹല്യയുടെ ചിത്രം ഏറെ മനോഹരമാണ്. ദർപ്പണവുമായി നിൽക്കുന്ന സ്ത്രീ രാജാ രവിവർമ്മ 1894 വരച്ച ഈ ചിത്രത്തിന് മദ്രാസ് ഗവർണറുടെ സ്വർണ്ണ പതക്കം നേടിയിട്ടുണ്ട്. ഒരു കൈകൊണ്ട് കണ്ണാടി പിടിച്ച് മറു കൈകൊണ്ട് തലമുടി ഒതുക്കുന്ന ഒരു വനിതയുടെ മനോഹര ചിത്രമാണ്